ഹായ് എവരി വൺ. ഇത് ആർക്ക് റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇത് ലോഞ്ച് ചെയ്തത് 2025 ഒക്ടോബറിലാണ്. ഇത് ഓൺലൈൻ ഗെയിമാണ്. പിന്നെ ഇത് ഒരു ഷൂട്ടിംഗ് ഗെയിമും കൂടെയാണ്. ഇത് നമുക്ക് ഫ്രണ്ട്സായിട്ട് കളിക്കാം, സോളോ ആയിട്ട് കളിക്കാം, ഡ്യൂ ആയിട്ട് കളിക്കാം. ഇങ്ങനെ അപ് ടു സോ ഇത് മെയിൻലി എർത്ത് മെഷീൻസ് റൂൾ ചെയ്യുവാണ്. അതുകൊണ്ട് ഹ്യൂമൻസ് എല്ലാം കൂടെ എല്ലാവരും കൂടെ അണ്ടർഗ്രൗണ്ടിൽ അവർ ലീവ് ചെയ്യാൻ വേണ്ടി അവർ ഫോഴ്സ്ഫുള്ളി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് എർത്തിലേക്ക്. അപ്പം ഇവിടെ കുറേ ആർക്കുകളുണ്ട്, ഇതുപോലത്തെ മെഷീൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ വേറെ പ്ലെയേഴ്സും നമ്മളെ അറ്റാക്ക് ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. ഈ ശരിക്കും പറഞ്ഞാൽ 2 ലോബികളാണ് ഇത് വരുന്നത്. ഒന്ന് PvPയും PvEയും. അതായത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് അതിൻ്റെ അല്ലുകോലും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഒരു അഗ്രസീവായിട്ട് പ്ലേ ചെയ്യുവാണെങ്കിൽ നമ്മളത് PvPയിലേക്ക് മാറും, അല്ലെങ്കിൽ PvEയിലേക്കാവും. അപ്പം ഞാനിപ്പം PvEയിലാണ്. അതുകൊണ്ട് പ്ലെയേഴ്സ് അധികം അറ്റാക്ക് ചെയ്യാൻ ചാൻസസ് വളരെ കുറവാണ്. ഇതൊരു ആർക്കാണ്. ഇത് വേറെ ആർക്കുകളെ അവർ കോൾ ചെയ്ത് വിളിക്കും. ഇതിപ്പോൾ കണ്ടോ കുറേ ആർക്കുകൾ വന്നു. ഇതെല്ലാ ആർക്കിനും ഓരോരോ പേരുകളുണ്ട്. ഹോർനെറ്റ്, വാസ്പ്, ഇതെല്ലാത്തിനും പല രീതിയിലാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മെയിൻലി ഇത് നമ്മളിവിടെ വരിക, കളക്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് ടു സ്പെരൻസ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹോം അണ്ടർഗ്രൗണ്ട്. ഇതിലേക്ക് നമുക്കൊരു എക്സ്ട്രാക്ഷൻ പോയിന്റ് ഉണ്ട്. നമുക്കിവിടെ മാപ്പുണ്ട്. ഇവിടെ മെയിനായിട്ട് ഒന്ന് ഒരു എക്സ്ട്രാക്ഷൻ പോയിന്റ് ആണ്. ഇത് വേറെ 4 സൈഡിലായിട്ട് 4 എക്സ്ട്രാക്ഷൻ പോയിന്റ് ഉണ്ട്. അപ്പം ഇതിലെല്ലാത്തിനും ഓരോ ടൈമിങ്ങുകളുണ്ട്. ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാക്ട് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഹാച്ച് കീ ഉണ്ട്. ഹാച്ച് കീ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാക്ഷൻ പോയിന്റ് കഴിഞ്ഞും ഇത് ഹാച്ച് കീ ഗെയിം തുടങ്ങും മുതൽ എൻഡ് വരെ ഈ ഹാച്ച് കീ ഓപ്പൺ ആണ്. അത് നമുക്ക് വിത്തിൻ എക്സ്ട്രാക്ഷൻ പോയിന്റിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകണം. അത് റിസ്കി ആയതുകൊണ്ട് ഹാച്ച് കീ ഉണ്ടെങ്കിൽ അത് അത്ര അവൈലബിലിറ്റി അല്ല. നമ്മൾ ഒന്നിലെ ക്രാഫ്റ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും ലൂട്ട് ചെയ്തെടുക്കണം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ പോയിന്റ്. നമ്മൾ ഇതുപോലെ ആർക്കുകളെ നോർമലായിട്ട് ഷൂട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അതുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമ്മളെ ആർക്കുകൾ നമ്മളെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗണ്ണ്, നമ്മൾ ലൂട്ട് ചെയ്ത എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് നഷ്ടമാവും. നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഗണ്ണ് ബാക്കിയുള്ള ഗെയിം പോലെ ഗണ്ണുകൾ നമ്മൾ ഇവിടെ വന്ന് ലൂട്ട് ചെയ്തെടുക്കാം, പക്ഷേ വളരെ റെയറായിട്ടാണ് കിട്ടുള്ളൂ. അതും ഭയങ്കര എക്സ്പെൻസീവാണ് ഗണ്ണ് മേടിച്ചുകൊണ്ട് വരുന്നത്. ഇതൊരു ഷോക്കറാണ്. ഇങ്ങനെ ഷോക്ക് ചെയ്യുമ്പോൾ തൊട്ട് നമ്മുടെ ഇതുപോലെ ജമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മാറാം. ഷോക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്താണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത്. ഹെൽത്തും ഒരു ഷീൽഡും ഉണ്ട്. പിന്നെ ഞാൻ ടാപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ബാഗ്. എന്തോരം ബാഗിൽ നമ്മൾ കൊണ്ടുപോകാൻ പറ്റും, കിലോ കാണിക്കുക എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഷീൽഡായിട്ട്. ഈ ഷീൽഡ് സൈഡിൽ കാണിച്ചേക്കുന്നതാണ് ഷീൽഡ് കാണിച്ചത്. നമുക്ക് റീചാർജ് ചെയ്യാം. ഇപ്പോൾ ആർക്ക് വന്ന് തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഹെൽത്ത് കുറഞ്ഞു, അതനുസരിച്ച് ഷീൽഡും കുറഞ്ഞു. അത് നമുക്ക് റീചാർജ് ചെയ്യാം, എല്ലാ ഗെയിം പോലെ തന്നെ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലൂട്ട് ചെയ്യാം. ഇതിനകത്ത് ഓരോ പാർട്സുകളുണ്ട്. ഇത് മെയിനായിട്ട് ഓരോ പാർട്സുകൾ നമുക്ക് ബുള്ളറ്റ് കിട്ടും, ഓരോ ഗൺ പാർട്ടുകൾ, പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. അത് കളിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓരോരോ പല രീതിയിലുള്ള പല സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി, ബുള്ളറ്റുകൾ, ഗണ്ണ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി
നമുക്ക് ക്വസ്റ്റുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഒത്തിരി വലിയ മാപ്പുകൾ, പലതരത്തിലുള്ള മാപ്പുകളുണ്ട്. പുതിയ പുതിയ വീടുകളിൽ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു. ഇത് ജസ്റ്റ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ആൻവിൽ എന്ന് പറയുന്ന ഒരു തോക്കാണ്. അത് അപ്ഗ്രേഡ് ചെയ്താണ്. വേറെ ബിൽഡിങ്ങുകളാണ്. ഒരു സൗണ്ട് കിട്ടില്ല, അതാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നോർമലായിട്ട് എക്സ്ട്രാക്ഷൻ പോയില്ല. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊരു കോള് വിളിക്കും, ഒരു ബട്ടണുണ്ട്. അപ്പോൾ അവർ കോള് റിസീവ് ചെയ്യും. അതുവരെ നമുക്ക് വേണ്ടി അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പാസേജ് റെഡിയാക്കി തരും. കുറച്ച് ടൈം നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതുപോലെയുള്ള ബിൽഡിങ്ങുകൾ കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വാല്യുബിളായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഉണ്ട്. അവിടെ പോകണമെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കീ വേണം. ഞാൻ ഇവിടെ ഒരു ഹായ് പറഞ്ഞോട്ടെ. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് അഗ്രസീവായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പ്ലെയേഴ്സ്, വാല്യുബിൾ ഐറ്റം എല്ലാം ലോസ്റ്റ് ആകും ഇവിടെ തന്നെ. ഹലോ എവരിവൺ. ഹേയ്. ഇതാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു ബാക്ക് ടു പെരൻസിലേക്ക് പോകുന്നതാണ്. ഇത്രേ ഉള്ളൂ. താങ്ക് യു എവരിവൺ.